എന്നിട്ട് മസീഹുദ് ദജ്ജാലിനെ പറ്റി എനിക്കൊരു ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പറയാനാണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചത്. മസീഹുദ് ദജ്ജാലിനെ കണ്ട വിവരം തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു അനുഭവം പറയാം. ഒരു കപ്പൽ യാത്രയിൽ 30 ആള് കൂടെയുണ്ട്. ലഹ്മ് ജുദാമ് എന്ന ഗോത്രത്തിൽപ്പെട്ട 30 ആളുകളുണ്ട്. കപ്പൽ യാത്ര ചെയ്ത് സുബ്ഹാനല്ലാഹ് കടലിന്റെ ആ കടൽക്ഷോഭത്തിൽപ്പെട്ട് 1 മാസം അങ്ങനെ കറങ്ങി. പിന്നെ ആ കപ്പൽ അങ്ങനെ പോയി സമുദ്രത്തിലെ ഒരു ദ്വീപിലെത്തി. അങ്ങനെ അവര് ഈ വലിയ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ എല്ലാവരും ഞങ്ങൾ 30 ആളും കൂടിയിട്ട് ആ കാണുന്ന ദ്വീപിൽ പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, ആ ദ്വീപിലെത്തിയപ്പോ ഒരു ജീവി, പേടിപ്പെടുത്തുന്ന ഒരു ജീവി, രോമങ്ങനെ മുന്നിലും പിന്നിലും ഉണ്ടായിട്ട് ഏതാണ് മുന്നിൽ ഏതാണ് പിന്നെയും തിരിഞ്ഞില്ല. ഇത് കണ്ടപ്പോഴേക്ക് എന്നെ പേടിയായി. ഏതാ നീന്ന് വെച്ചു. അപ്പൊ ആ ജീവി പറഞ്ഞു, അനൽ ജസ്സാസ, ഒരു വാർത്തകളൊക്കെ ചൂയിന്ന് അന്വേഷിച്ച് എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ജീവി പറഞ്ഞു, നിങ്ങളത് ആ കാണുന്ന ഒരു മട കണ്ടില്ലേ, ഒരു മഠം, അതിന്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ, അവിടെ ഒരാളുണ്ട്. ഞങ്ങൾ പോയി. പക്ഷെ ഈ ജീവിയെ പറ്റി ഞങ്ങൾ പേടിച്ചു. ഇതൊരു ശൈത്താനാണോ പഠിച്ചോനെ, എന്താ അതിന്റെ കോലം. അവിടെ പോയി നോക്കുമ്പോ ഒരു വലിയ മനുഷ്യന്റെ വലുപ്പത്തിൽ. എന്നിട്ട് തമീമുദ് ദാരി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ര ഊക്കുള്ള, അത്ര കട്ടിയും കനവും നീളവും ഉയർച്ചയുള്ള ഒരാളെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ 2 കൈകളും മുട്ടുൾപ്പെടെ പെരടിയിലേക്ക് ഞെരിയാണി വരെ ഇരുമ്പ് കൊണ്ട് കെട്ടി ബന്ധിപ്പിച്ചിട്ടും. ചോദിച്ചു, നീ ആരാണെന്ന് ചോദിച്ചു. ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ, നിങ്ങൾ ആരാ, അതാദ്യം പറയും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉനാസുമിനൽ അറബ്, കുറച്ച് അറബികളാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു കടൽ യാത്ര നടത്തുമ്പോ കപ്പലിൽ വന്ന് കപ്പൽ നന്നായിട്ട് റൂട്ട് മാറിപ്പോയി, പിന്നെ എത്തിയത് ഇവിടെ. അപ്പൊ ഈ ചെങ്ങലയിൽ, ഇരുമ്പും ചെങ്ങലയിൽ കെട്ടി ഭദ്രമാക്കി വെച്ച ആള് ചോദിച്ചു, ബൈസാൻ തോട്ടത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു തരുന്നു, എങ്ങനെയുണ്ട്, എന്താ നിങ്ങൾ ചോദിക്കുന്നത്, അതിൽ നല്ല കായ്ക്കനികൾ ഉണ്ടോ ഇപ്പോഴും? അതെ, ഉണ്ട്. എന്നാ കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ അതിൽ കായ്ക്കനികളൊന്നും ഇല്ലാത്ത സമയം വരും എന്നും ഇയാള് പറഞ്ഞു. പിന്നെ ചോദിച്ചു, തൊബരിയ തടാകത്തെ പറ്റി ഒന്ന് പറഞ്ഞു തരും, അതിൽ വെള്ളം ഉണ്ടപ്പോ? ഉണ്ട്, വെള്ളമുണ്ട്, കസീറത്തുൽ മാ, ധാരാളം വെള്ളമുണ്ട്. അപ്പൊ പിന്നെ ഇയാള് പറയുന്നു, കുറച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റും. ഞാൻ പിന്നെ സുഅർ തടാകത്തെ പറ്റി പറയൂ, അതിൽ വെള്ളമുണ്ടോ? സുഅർ തടാകം എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗത്തും കൃഷികളാണ്. അതിന്റെ ആളുകൾ ആ വെള്ളെടുത്ത് കൃഷി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, ആ വെള്ളെടുത്ത് ധാരാളം കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അടുത്ത ചോദ്യം, അഖ്ബിറൂനി അൻ നബിയിൽ ഉമ്മിയീൻ, തങ്ങളെ പറ്റിയാ ചോദിക്കുന്നത്.